ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ആസ്കിങ് പേഴ്സൺസ് ആണ്. വ്യക്തികളെക്കുറിച്ച് ചോദിക്കാം. നമ്മൾ ആരെ എന്ന അർത്ഥത്തിൽ സാധാരണ ചോദിക്കുന്നത് ഹൂം എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തിട്ടാണ്. ഹൂം, ആരെ. ഓക്കെ, എന്നാൽ ഹൂം വിത്ത് ഹൂം എന്നീ പറയുന്ന വാക്കുകളുണ്ട്. ആരുടെ കൂടെ എന്ന അർത്ഥത്തിലാണ് ചോദിക്കാനാണ് വിത്ത് ഹൂം വിത്തും യൂസ് ചെയ്യാറുള്ളത്. ഒപ്പം ഹൂം എന്ന് പറയുന്ന വാക്കും ആ അർത്ഥത്തിൽ യൂസ് ചെയ്യാറുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ശ്രദ്ധിക്കുക, ആരുടെ കൂടെയാണ് നീ ക്ലാസ്സിൽ സാധാരണ ഇരിക്കാറുള്ളത്? ഹൂം ഡു യു യൂഷ്വലി സിറ്റ് വിത്ത് ഇൻ ദ ക്ലാസ്? അപ്പോൾ ശ്രദ്ധിക്കൂ, ഹൂം ഡു യു യൂഷ്വലി സിറ്റ് വിത്ത് ഇൻ ദ ക്ലാസ്. ഓക്കെ, ഹൂം ഡു യു യൂഷ്വലി സിറ്റ് വിത്ത് ഇൻ ദ ക്ലാസ്. അപ്പോൾ ഹൂം ആദ്യം ഉപയോഗിച്ചു, പിന്നെ അവസാനം നമ്മളവിടെ വിത്തും ചേർത്തു. അങ്ങനെ ഹൂമും വിത്തും സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചോദിക്കാൻ സാധിക്കും. അതേ സംഗതി വിത്ത് ഹൂം വെച്ച് ചോദിക്കാം. വിത്ത് ഹൂം ഡു യു യൂഷ്വലി സിറ്റ് ഇൻ ദ ക്ലാസ്? വിത്ത് ഹൂം ഡു യു യൂഷ്വലി സിറ്റ് ഇൻ ദ ക്ലാസ് എന്ന് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം. അപ്പോൾ വിത്ത് ഹൂമും വിത്തും രണ്ട് രൂപത്തിൽ യൂസ് ചെയ്യാം. ചില സമയത്ത് അത് വെറും ഹൂ വെച്ചും ചോദിക്കാറുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പ്രാക്ടീസിൻ്റെ ഭാഗത്ത് മനസ്സിലാവും. ഇനി ആരൊക്കെ ആരെല്ലാം എന്ന അർത്ഥത്തിൽ നമ്മൾ ഹൂ ഓൾ ആർ എന്ന് പറയുന്ന പ്രയോഗം ആണ് നമ്മൾ സാധാരണ നടത്താറുള്ളത്. ആരൊക്കെ, ഹൂ ഓൾ ആർ. ആരൊക്കെ വരുന്നത്? ഹൂ ഓൾ ആർ കമ്മിങ് അല്ലേ? ആരെല്ലാം, ഹൂ ഓൾ ആർ. അതേപോലെ തന്നെ ഇപ്പം ഞാൻ നേരത്തെ ആരുടെ കൂടെ എന്നതിന് വിത്ത് ഹൂം പറഞ്ഞല്ലോ. ആരുടെയൊക്കെ കൂടെ എന്നാ ചോദിക്കുന്നതെങ്കിൽ, ആരുടെ കൂടെ വിത്ത് ഹൂം ആണെങ്കിൽ, ആരുടെയൊക്കെ കൂടെ ആണെങ്കിൽ അവിടെ ഒരു ഓൾ ആറോട് ചേർത്താൽ മതി. വിത്ത് ഹൂം ഓൾ ആർ, ആരുടെയൊക്കെ കൂടെ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ നമ്മൾ പ്രാക്ടീസിലേക്ക് കിടക്കണം. ഹലോ, നെക്സ്റ്റ് കാറ്റഗറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ആരെയാണ്? Whom do you trust the most in your family? ക്ലാസ്സിൽ നിങ്ങൾ സാധാരണയായി ആരുടെ കൂടെയാണ് ഇരിക്കുന്നത്? Whom do you usually sit with in class? ഉപദേശം ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ ആരെയാണ് ആശ്രയിക്കുന്നത്? Whom do you depend on when you need advice? സ്കൂൾ കഴിഞ്ഞ് നിങ്ങൾ ആരെയാണ് പലപ്പോഴും കാണുന്നത്? Whom do you often meet after school? നിങ്ങളുടെ രഹസ്യങ്ങൾ ആരോടാണ് പങ്കുവെക്കുന്നത്? Whom do you share your secrets with? നിങ്ങൾ സാധാരണയായി ആരുടെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്? Whom do you usually travel with? ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആരോടാണ് സഹായം ചോദിക്കുന്നത്? Whom do you ask for help when you are in trouble? പ്രയാസകരമായ സമയങ്ങളിൽ നിങ്ങൾ ആരെയാണ് ആശ്രയിക്കുന്നത്? Who do you depend on in difficult times? ബസ്സിൽ നിങ്ങൾ ആരുടെ അടുത്താണ് ഇരിക്കുന്നത്? Who do you sit next to in the bus? നിങ്ങൾ സാധാരണയായി ആരുടെ കൂടെയാണ് സ്കൂളിൽ പോകുന്നത്? Who do you usually walk to school with? നിങ്ങളുടെ പഠനത്തെക്കുറിച്ച് ഉപദേശത്തിനായി നിങ്ങൾ സാധാരണയായി ആരെയാണ് സമീപിക്കുന്നത്? Who do you usually turn to for advice about your studies? പ്രചോദനത്തിനായി നിങ്ങൾ സാധാരണയായി ആരെയാണ് സമീപിക്കുന്നത്? Who do you usually turn to for motivation? സാമ്പത്തിക സഹായത്തിനായി നിങ്ങൾ സാധാരണയായി ആരെയാണ് സമീപിക്കുന്നത്? Who do you usually turn to for financial help? അടുത്തുള്ള ചായക്കടയിൽ നിങ്ങൾ ആരുടെ കൂടെയാണ് ചായ കുടിക്കാൻ പോകുന്നത്? Who do you go for tea with at the local tea shop? ആരൊക്കെയാണ് നീ പിറന്നാളിന് ക്ഷണിക്കുന്നത്? Who all are you inviting to your birthday? ആരെല്ലാമാണ് ഇന്ന് പരിപാടിയിൽ പങ്കെടുക്കുന്നത്? Who all are taking part in today's program? ആരുടെ കൂടെയാണ് നീ സിനിമയ്ക്ക് പോകുന്നത്? With whom are you going to the cinema? ആരുടെയൊക്കെ കൂടെയാണ് നീ സിനിമയ്ക്ക് പോകുന്നത്? With whom all are you going to the cinema? ആരുടെ കൂടെയാണ് നീ പഠിക്കുന്നത്? With whom are you studying? ആരുടെയൊക്കെ കൂടെയാണ് നീ പഠിക്കുന്നത്?
വിത്ത് ഹൂം ഓൾ ആർ യു സ്റ്റഡിങ്? ഓക്കെ, താങ്ക് യു. ഇനി വീണ്ടും മറ്റൊരു കാറ്റഗറി ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. താങ്ക് യു.